ആദ്യ സിനിമയുടെ റിലീസിന് മുമ്പ് ഒരു അഭിമുഖമായി വിശേഷങ്ങൾ പങ്കുവച്ച് വിസ്മയ മോഹൻലാൽ എത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെടാത്ത പ്രകൃതക്കാരനാണ് പ്രണവ് മോഹൻലാൽ. അതേ വഴിയെ വിസ്മയം നീങ്ങുമെന്ന് എല്ലാവരും കരുതിയിരുന്നത്. 35-കാരിയായ വിസ്മയ താൻ സിനിമയിലേക്ക് എത്താൻ വൈകിയതിന് പിന്നാലെ കാരണം ഫഹദ് രംഗരാജിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു. സിനിമയിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കളുടെയും സഹോദരന്റെയും പ്രതികരണത്തെക്കുറിച്ചുമെല്ലാം താരപുത്രി സംസാരിക്കുന്നുണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ് വിസ്മയ. തിയേറ്റർ ചെയ്യാൻ എനിക്ക് എന്നും താല്പര്യമുണ്ടായിരുന്നു. അതേസമയം തന്നെ എനിക്ക് അതിയായ സഭാകമ്പവുമുണ്ട്. പക്ഷേ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നതായി അനുഭവപ്പെട്ടത്. ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു. തിയേറ്റർ ഇഷ്ടപ്പെടുമ്പോഴും സിനിമ ചെയ്തു നോക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയോട് ആഗ്രഹം പറയുന്നത് താരപുത്രി പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇത് സംഭവിച്ചു. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന പോലായിരുന്നു അത്. ഈ കഥയുമായി ജൂഡ് ചേട്ടൻ വരികയായിരുന്നു. നീ യെസ് പറയണമാണോ നോ പറയണമാണോ പോകുന്നതെന്ന് അമ്മ ചോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ തീരുമാനം മാറ്റിക്കൊണ്ടിരുന്നു. എൻ്റെ ശരീരപ്രകൃതി മലയാളം ശരിയായി സംസാരിക്കാൻ അറിയില്ല എന്നതിനെക്കുറിച്ചുമെല്ലാം ഞാൻ ഓവർ തിങ്കിങ് ചെയ്തിരുന്നു. പക്ഷേ ഒടുവിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ തലേന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. സൂപ്പർ നെർവസ് ആയിരുന്നു. പക്ഷെ ചെയ്തു. പോകെ പോകെ എളുപ്പമായി. എന്നാൽ അവസാനം വരെ ഉള്ളിൽ നെർവസ് ഉണ്ടായിരുന്നു. എങ്കിലും ആദ്യത്തെ ദിവസത്തെ തലേദിവസം ഉണ്ടായിരുന്ന അത്രയും ഉണ്ടായിരുന്നില്ല. എനിക്കിത് ചെയ്യാനാകുമോ ശരിയാകുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു. പക്ഷെ സ്വയം വിശ്വസിക്കുകയും ചെയ്തു. ചെയ്തേ തീരൂ. അതിനാൽ തന്നെ പ്രതീക്ഷ ചെയ്തു. അച്ഛനോട് അഭിനയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിന്റെ തീരുമാനം എന്നാണ് പറഞ്ഞത്. പ്രണവ് ചേട്ടൻ പറഞ്ഞത് ഒന്ന് പോയി ചെയ്തു നോക്ക്, ഒരു ഫൺ പോലെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് അഭിനയിക്കണമെന്ന്. അമ്മയ്ക്ക് സംശയമായിരുന്നു ഞാൻ എൻ്റെ തീരുമാനം എപ്പോഴെങ്കിലും മാറ്റുമെന്ന്. ഒന്നാമത് ശരീരം ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. ഭാരം പലപ്പോഴും 100 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് നാടകത്തിനോട് താല്പര്യമുണ്ടായിരുന്നു. പകുതി മനസ്സിൽ സിനിമയും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല. ശരീരഭാഗം കൂടുതലാണ്. ഈ ചിന്തകളൊക്കെ മനസ്സിൽ ആവർത്തിച്ച് വരുമായിരുന്നു. അഭിനയിക്കണമെന്ന് പുറത്ത് പറയാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. മലയാളം സംസാരിക്കാൻ അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നാടൻ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഫന്ന്, ഫിറ്റ്നസ് എന്നാൽ അധികം കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഇതിന് പുറകിൽ.